Hi all, welcome to Competitive Cracker. ഞാൻ റബീഹത്ത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ജനറൽ നോളജ്, അതിൽ തന്നെ ഹിസ്റ്ററിയുടെയും കോൺസ്റ്റിറ്റ്യൂഷന്റെയും ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന്റെ റിലേറ്റഡ് ഫാക്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങ് പഠിച്ചു പോകാം. ഓക്കെ, അപ്പൊ രണ്ട് മെയിൻ ഏരിയാസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹിസ്റ്ററിയും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, പലതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ഇനി ചോദിക്കാനായിട്ട് സാധ്യതയുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം അല്ലെ. ആദ്യത്തെ ചോദ്യം ഇതാണ്, നമ്മുടെ ഡോക്ട്രിൻ ഓഫ് ലാപ്സെ എന്ന് പറയുന്ന പോളിസി ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ലോർഡ് വെല്ലസ്ലി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ലോർഡ് ഡെൽഹൌസി ഉണ്ട്, ലോർഡ് കേഴ്സൺ ഉണ്ട്, അതുപോലെ തന്നെ ലിട്ടൺ പ്രഭു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന ഡോക്ട്രിൻ ഓഫ് ലാപ്സെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ 1857 കലാപമൊക്കെ നമ്മൾ നോക്കുമ്പോൾ, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമൊക്കെ നമ്മൾ പറയുമ്പോൾ 1857 നടക്കുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു പ്രധാന കാരണങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് കാരണങ്ങളിൽ ഒരു കാരണം എന്ന് പറയുന്നത് ഏതായിരുന്നു? ഈ പറയുന്ന ദത്താവകാശ നിരോധന നിയമം എന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ട്രിൻ ഓഫ് ലാപ്സെ ആയിരുന്നു നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സെ എന്ന് പറയുമ്പോൾ? എന്താണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സെ എന്ന് വെച്ചാൽ, അതായത് ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഒരു രാജാവ് എന്ന് പറയുന്നത് അദ്ദേഹം ഈ പറയുന്ന മെയിൽ ഹെയർ ഇല്ലാതെ, അതല്ലെങ്കിൽ പുരുഷ അനന്തരാവകാശി ഇല്ലാതെ മരണപ്പെട്ടു പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ നാട്ടുരാജ്യം എന്ത് ചെയ്യും? ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെടും എന്നുള്ളതാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഝാൻസി റാണിയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു 1857 കലാപത്തിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഏത് തന്നെയായിരുന്നു? ഡോക്ട്രിൻ ഓഫ് ലാപ്സെ പ്രകാരം ഝാൻസി എന്ന് പറയുന്ന നാട്ടുരാജ്യം ബ്രിട്ടീഷുകാർ അവരുടെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തതായിരുന്നു. കാരണം ഝാൻസി റാണിയുടെ മകൻ എന്ന് പറയുന്നത് ദത്തുപുത്രനായിരുന്നു. അപ്പൊ ദത്തുപുത്രനാണെങ്കിലും എന്ത് ചെയ്യില്ല? അക്സെപ്റ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ പുരുഷ അനന്തരാവകാശി ഇല്ലാതെ ഒരു നാട്ടുരാജാവ് മരണപ്പെട്ടു പോവാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം ഈ പറയുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പോളിസി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? ലോർഡ് ഡെൽഹൌസി ആയിരുന്നു കേട്ടോ. 1848 കാലഘട്ടങ്ങളിലായിട്ടാണ് ഈ പറയുന്ന ലോർഡ് ഡെൽഹൌസി എന്ത് ചെയ്യുന്നത്? ഡോക്ട്രിൻ ഓഫ് ലാപ്സെ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഈ ഒരു ഡോക്ട്രിൻ ഓഫ് ലാപ്സെ പ്രകാരം ആദ്യമായിട്ട് അനക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന നാട്ടുരാജ്യമായിരുന്നു സത്താറ എന്ന് പറയുന്നത് കേട്ടോ. സത്താറയായിരുന്നു ആദ്യമായിട്ട് അനക്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ ഒരു ഡോക്ട്രിൻ ഓഫ് ലാപ്സെ പ്രകാരം അനക്സ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചു വയ്ക്കുക. ഇനി അതുപോലെ തന്നെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പേരാണ് ലോർഡ് വെല്ലസ്ലി എന്ന് പറയുന്നത്. സൈനിക സഹായ വ്യവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ സബ്സിഡറി അലയൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ. സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത്, ഈ സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? ലോർഡ് വെല്ലസ്ലി ആയിരുന്നു എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പേരാണ് ലോർഡ് കേഴ്സൺ എന്ന് പറയുന്നത്. കേഴ്സൺ പ്രഭുവിനെ നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ബംഗാൾ പാർട്ടീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? ഈ പറയുന്ന ലോർഡ് കേഴ്സൺ എന്ന് പറയുന്നത്. ബംഗാൾ പാർട്ടീഷൻ നടക്കുന്നത് എന്നാണ്? 1905 ബംഗാൾ പാർട്ടീഷൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഈ പറയുന്ന ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ആ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നത്? ബംഗാൾ പാർട്ടീഷൻ എന്ന് പറയുന്നത് 1905 നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോ ഇത് പ്രകാരം മുസ്ലിം മെജോറിറ്റി, ഹിന്ദു മെജോറിറ്റി ഉള്ള ഏരിയാസ് എന്ന് പറഞ്ഞുകൊണ്ട് ബംഗാളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നതായിട്ടാണ് നമുക്ക് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന അവരുടെ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ബംഗാൾ വിഭജനം അവിടെ നടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ബംഗാൾ വിഭജനം നടത്തിയിട്ടുണ്ടായിരുന്ന വൈസ്രോയി ആയിരുന്നു ആര്? ലോർഡ് കേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബംഗാൾ വിഭജനത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നെ നമ്മുടെ ഈ പറയുന്ന സ്വദേശി മൂവ്മെന്റ് ആണെങ്കിലും ബോയ്ക്കോട്ട് മൂവ്മെന്റ് ആണെങ്കിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു കാര്യം ഇവിടെ ഓർമ്മിച്ചു വെക്കുക. ഇനി എന്നാണ് ബംഗാൾ വിഭജനം ക്യാൻസൽ ചെയ്തത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് പഠിച്ചു വെക്കുക. 1911. ഓക്കെ, 1911 ബംഗാൾ വിഭജനം പിന്നീട് ക്യാൻസൽ ചെയ്യുന്നത്. അത് ആരാണ് ക്യാൻസൽ ചെയ്തത് എന്ന് ചോദിച്ചാൽ ഹാർഡിഞ്ചെ സെക്കൻഡ് ആണ് കേട്ടോ. ഹാർഡിഞ്ചെ സെക്കൻഡ് ആണ് എന്ത് ചെയ്യുന്നത്? ബംഗാൾ വിഭജനം ക്യാൻസൽ ചെയ്യുന്നതായിട്ട് 1911 ബംഗാൾ വിഭജനം എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യം കൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ്. വിച്ച് ആർട്ടിക്കിൾ എംപവേഴ്സ് ദി പ്രസിഡന്റ് ടു ഇമ്പോസ് പ്രസിഡന്റ്സ് റൂൾ ഇൻ എ സ്റ്റേറ്റ്? അപ്പോ
ഒരു സ്റ്റേറ്റില് ഈ പറയുന്ന പ്രസിഡന്റ് ഭരണം അതല്ലെങ്കിൽ പ്രസിഡന്റ്സ് റൂൾ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം അതല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയുന്നത് ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെ കുറിച്ച് കാണിക്കുന്നത് ഏത് ആർട്ടിക്കിൾ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ആർട്ടിക്കിൾ ആണ് വരുന്നത്? 352, 56, 60, 68 4 ആർട്ടിക്കിളുകളും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നമുക്കറിയാം പ്രസിഡന്റ് റൂളിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ്. പ്രസിഡന്റ് റൂളിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏതാണ് വരുന്നത്? ആർട്ടിക്കിൾ 356 ആണ് അല്ലെ. 356 ആണ് എന്തിൽ പറയുന്നത്? പ്രസിഡന്റ് റൂൾ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സ്റ്റേറ്റ് എമർജൻസി. ഇനിയിപ്പോ പ്രസിഡന്റ് റൂൾ എന്നതിന് പകരം സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയുന്ന കാര്യമാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ രണ്ടും ശരി തന്നെയാണ്. രണ്ടും എന്താണ്? ആർട്ടിക്കിൾ 356 വരുന്നത്. അതേസമയം ആർട്ടിക്കിൾ 352 നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്? നാഷണൽ എമർജൻസി ആണ് അല്ലെ. നാഷണൽ എമർജൻസിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 352 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 360 നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 360 എന്താണ്? എക്കണോമിക് എമർജൻസി. ഓക്കെ, എക്കണോമിക് എമർജൻസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 360 എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ലാസ്റ്റ് ആയിട്ട് ആർട്ടിക്കിൾ 368 കൂടെ നിങ്ങളൊന്ന് ഓർമ്മിച്ചു വെക്കുക. ഈ പറയുന്ന നമ്മുടെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ അമെൻഡ് ചെയ്യുന്നതിനുള്ള പാർലമെന്റിന്റെ അധികാരത്തെ കുറിച്ച്, പവറിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 368 എന്ന് പറയുന്നത്. അപ്പൊ 52, അതുപോലെ തന്നെ 56, 60, 68 3 ആർട്ടിക്കിളുകളും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡന്റ് റൂളിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 356 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഹൂ പ്രസിഡന്റ് ഓവർ ദ 1924 ബെൽഗാം സെഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബെൽഗാം സെഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ആ വർഷം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 1924 INCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബെൽഗാം സെഷൻ നടക്കുന്നത്, കർണാടകത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പൊ ഇതില് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? മഹാത്മാഗാന്ധി ആയിരുന്നു അല്ലെ. മഹാത്മാഗാന്ധിയാണ് ഇതിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്, അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മറ്റൊരു ടൈപ്പിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. അതായത് ഇപ്പോ മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ചിട്ടുണ്ടായിരുന്നത് താഴെ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സെഷൻ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അത് ബെൽഗാം സെഷൻ ആണ് എന്നുള്ളത് കൂടെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സെഷൻ ആയിരുന്നു ചോദിച്ചാൽ ബെൽഗാം സെഷൻ ആണ്. ഇനി അത് ഏത് വർഷമായിരുന്നു ചോദിച്ചാൽ 1924 1924 ബെൽഗാം സെഷൻ ആരാണ് അധ്യക്ഷത വഹിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയാണ് നമ്മുടെ ഉത്തരം വരുന്നത്. ഓക്കെ, തിരിച്ചും മറിച്ചും ഒക്കെ അതിനെ അങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഡ്രാഫ്റ്റഡ് ബൈ. നമുക്കറിയാം നമ്മുടെ പ്രിയാമ്പിൾ, ആമുഖം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, പ്രിയാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നെ ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലെ. അപ്പൊ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ആരാണ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം 1946 ഡിസംബർ 13 അല്ലെ. ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ്, ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? നമ്മുടെ പ്രിയാമ്പിൾ ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ പറയുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് അവതരിപ്പിക്കുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് എന്നുള്ള കാര്യം ഇവിടെ ഓർമ്മിക്കുക. എന്നാണ് അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ 1946 ഡിസംബർ 13 എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിക്കാം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ളതാണ്. നിങ്ങൾ കമന്റ് ചെയ്യുക. എന്താണ് ചോദ്യം? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് വിച്ച് കമ്മിറ്റി? ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സർക്കാരിയ കമ്മീഷൻ, സ്വരൺ സിംഗ് കമ്മീഷൻ, മണ്ഡൽ കമ്മീഷൻ, വർമ്മ കമ്മീഷൻ. ഇതിൽ ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യുന്നത്? അപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ നമുക്ക് പറയാം. നിങ്ങൾ ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യണേ. അപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ പറയുമ്പോൾ ആർട്ടിക്കിൾ 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത്. USSR അതല്ലെങ്കിൽ നമ്മുടെ റഷ്യയിൽ നിന്നാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത്. നിലവിൽ നമ്മൾ നോക്കുമ്പോൾ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എന്തില്ല?
ഈ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഇല്ല. അത് പിന്നീട് ആഡ് ചെയ്യപ്പെടുന്നത് എന്നാണ് ഈ പറയുന്ന എന്താണ് ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഈ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ആഡ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നിലവിൽ നമ്മൾ നോക്കുമ്പോൾ 11 എണ്ണമാണ് ഉള്ളത്. 10 എണ്ണമായിരുന്നു ഇത് നിലവിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. 11ാമത്തെ ഈ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ആഡ് ചെയ്യുന്നത് 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പ്രകാരം 2002 അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 11ാമത്തെ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടെ 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പ്രകാരം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് 10 എന്നുള്ളത് 11 മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഭാഗം 4A നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതിൽ ഏത് കമ്മിറ്റിയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആൻസർ നിങ്ങൾ അവിടെ കമന്റ് ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകുമ്പോൾ ദ ഫേമസ് ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ഇൻ 1942 അറ്റ് വിച്ച് ലൊക്കേഷൻ? എവിടെ വെച്ചുകൊണ്ടാണ് നമ്മുടെ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് പാസ്സാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്? വർദ്ധ, അതുപോലെ തന്നെ ബോംബെ, കൽക്കട്ട, മദ്രാസ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ബോംബെയിലെ ഗോളിയാ ടാങ്ക് മൈതാനത്തിൽ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് പാസ്സാക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, ഗാന്ധിജിയുടെ ഒക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രക്ഷോഭമായിട്ടാണ് ഈ പറയുന്നത് ക്വിറ്റ് ഇന്ത്യ എന്ന ഇന്ത്യ വിട്ടു പോവുക എന്നുള്ള ആ ഒരു പ്രക്ഷോഭം വരുന്നത്. അപ്പൊ ഇവിടെ വെച്ചുകൊണ്ട് ഗോളിയാ ടാങ്ക് മൈതാനത്തിൽ വെച്ചുകൊണ്ടാണ് ഗാന്ധി എന്ത് ചെയ്യുന്നത്? ഡു ഓർ ഡൈ, ഓക്കെ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്ന ഈ ഒരു സ്പീച്ച് നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ ബേസിൽ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ക്വിറ്റ് ഇന്ത്യ പറയുന്ന മൂവ്മെന്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഗോളിയാ ടാങ്ക് മൈതാനത്തിൽ, ബോംബെയിലെ ഗോളിയാ ടാങ്ക് മൈതാനത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു സ്പീച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഈ പറയുന്ന ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ടേം ആരാണ് കോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് യൂസുഫ് മെഹ്റോളി ആണ് കേട്ടോ. യൂസുഫ് മെഹ്റോളി ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ടേം കോയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എസ് ജയപ്രകാശ് നാരായൺ ആണ്. അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ നായിക എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അരുണ അസഫ് അലി ആണ് കേട്ടോ. അരുണ അസഫ് അലി ആണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് അതുപോലെ തന്നെ ഓക്കെ, ഓരോ ഇവന്റുകളും നമുക്ക് അതിൽ പ്രധാനപ്പെട്ടതാണ്. അതിലൊന്നാണ് ഈ പറയുന്ന ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് കറന്റ്ലി എന്താണ് നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒന്നായിരുന്നു അല്ലെ. അത് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് മാറ്റിയിട്ട് അതെന്ത് നിയമമാക്കിയിട്ടാണ് മാറ്റുന്നത്? ഒരു ലീഗൽ റൈറ്റ് ആക്കിയിട്ട് അല്ലെ. ലീഗൽ, നമ്മൾ പലതവണയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ലീഗൽ റൈറ്റ് ആക്കിയിട്ടാണ് നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നിലവിൽ നമ്മൾ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 300A ഭാഗം 12 എന്തായിട്ടാ കിടക്കുന്നത്? ഒരു നിയമാവകാശം, ഓക്കെ, അല്ലെങ്കിൽ ഒരു ലീഗൽ റൈറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. നമ്മൾ പലതവണയായിട്ട് ഇത് പറഞ്ഞിട്ടും പഠിച്ചിട്ടുമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് ദ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ഇൻ സൗത്ത് ഇന്ത്യ? സൗത്ത് ഇന്ത്യയിലെ സ്വാഭിമാന പ്രസ്ഥാനം, ഓക്കെ, സ്വാഭിമാന പ്രസ്ഥാനം ആരാണ് ഫൗണ്ട് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം പെരിയാർ എന്ന പേരിലൂടെ അറിയപ്പെടുന്ന EV രാമസ്വാമിയാണ് അല്ലെ. EV രാമസ്വാമിയാണ് എന്തിന്റെ ഫൗണ്ടർ ആയിട്ട് അറിയപ്പെടുന്നത്? ഈ പറയുന്ന സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റിന്റെ ഫൗണ്ടർ ആയിട്ട് പെരിയാർ എന്നുള്ള പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. സോ രണ്ടുപേരും അവിടെ പഠിച്ചു വെക്കുക. അദ്ദേഹമാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മിനിമം ഏജ് റിക്വയർഡ് ടു ബി ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യൻ പ്രസിഡന്റ് ആവുന്നതിനുള്ള മിനിമം ഏജ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ആർട്ടിക്കിൾ 52 അല്ലെ. ആർട്ടിക്കിൾ 52 നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദർ ഷാൾ ബി എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ എന്തുണ്ടായിരിക്കണം? ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രസിഡന്റ് ആവുന്നതിനുള്ള മിനിമം ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 35 വർഷമാണ് അല്ലെങ്കിൽ 35 വയസ്സാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് ഓർമ്മിക്കുക. ആർട്ടിക്കിൾ 52 ഇമ്പോർട്ടന്റ് ആണ്. ദർ ഷാൾ ബി എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് വലിയൊരു ഏരിയ ആണ് പ്രസിഡന്റ് എന്ന് പറയുന്നതൊക്കെ.
എന്താണ് ഇവിടെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു പോകുമ്പോൾ വലിയതായിട്ട് നമുക്ക് പഠിച്ചു പോകാനുള്ള ഒരു ഏരിയ ആണ്. അത് ചെറിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന പ്രസിഡന്റ് ആവുന്നതിനുള്ള മിനിമം ഏജ് റിക്വയർ ചെയ്യുന്നത് എത്രയാണ് എന്നുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോകുമ്പോൾ ദ ക്യാബിനറ്റ് മിഷൻ കെയിം ടു ഇന്ത്യ ഇൻ വിച്ച് ഇയർ? നമ്മുടെ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത് ഏത് വർഷമാണ് ഇന്ത്യയിൽ എത്തുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 42, 45, 46, 47. അപ്പോൾ ഈ പറയുന്ന അധികാര കൈമാറ്റങ്ങളും ഇന്ത്യയുമായുള്ള അധികാര കൈമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. 1946 എന്ത് ചെയ്യുന്നത്? ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത്. അപ്പൊ ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലോട്ട് അയക്കുന്നത് ആരാണ്? ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ക്ലെമന്റ് അറ്റ്ലി അല്ലെ. ക്ലെമന്റ് അറ്റ്ലി ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലോട്ട് അയക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത് 3 അംഗങ്ങൾ അടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു മിഷൻ ആയിരുന്നു. ആരൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത്? പെത്തിക് ലോറൻസ്. ഓക്കെ, പെത്തിക് ലോറൻസ്, അതുപോലെ തന്നെ നമ്മുടെ AV അലക്സാണ്ടർ. ഓക്കെ, AV അലക്സാണ്ടർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? സ്റ്റാഫോർഡ് ക്രിപ്സ്. ഓക്കെ, സ്റ്റാഫോർഡ് ക്രിപ്സ്. അപ്പോൾ ഈ 3 സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ, അതുപോലെ തന്നെ പെത്തിക് ലോറൻസ്, ഈ 3 പേര് അടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു മിഷൻ ആയിരുന്നു ഈ പറയുന്ന ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. അതിൽ പെത്തിക് ലോറൻസ് ആയിരുന്നു അതിന്റെ ഹെഡ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ 1946 മെയ് 16 ഇവർ എന്ത് ചെയ്യുന്നത്? ഇവരുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ സമർപ്പിക്കുന്നതായിട്ട് ഇന്ത്യയുടെ അധികാര കൈമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവർ സബ്മിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ 1946 എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ ദ കോൺസെപ്റ്റ് ഓഫ് സിംഗിൾ സിറ്റിസൺഷിപ്പ് ഇൻ ഇന്ത്യ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോവഡ് ഫ്രം? എവിടെ നിന്നാണ് നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. എവിടെ നിന്നാണ് വരുന്നത്? ബ്രിട്ടനിൽ നിന്നാണ് അല്ലെ. ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഏക പൗരത്വം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുക്കുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പഠിക്കാം. സിംഗിൾ സിറ്റിസൺഷിപ്പ് നമ്മൾ പറയുമ്പോൾ ആർട്ടിക്കിൾ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന നമ്മുടെ ആർട്ടിക്കിൾ ആണ് 5 തൊട്ട് 11 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് ഈ പറയുന്ന എന്തിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇനി പാർട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ് നമ്മുടെ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഭാഗം 2 മെൻഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിക്കുക. ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ആശയം നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം CFCയുടെ ഒരുപാട് എക്സാമുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ റീസെന്റ് ഒരുപാട് എക്സാമുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലെ. നിങ്ങളും കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളോടൊക്കെ ആയിട്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നിങ്ങൾക്കായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലാണെങ്കിലും നമ്മൾ 6 മന്ത്സിന്റെ ബിഗിനേഴ്സ് ബാച്ചും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ ഒരു എക്സാമിന് CSIB എക്സാമുകൾക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ 1 തവണയോ 2 തവണയൊക്കെ എഴുതിയിരിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, PDF നോട്ടുകൾ, അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ, കാര്യങ്ങൾ, റീസെന്റ് നടക്കുന്ന എക്സാമുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള അനാലിസിസ് കാര്യങ്ങൾ, ഇങ്ങനെയെല്ലാം ഉൾപ്പെടുന്ന ഒരു ബാച്ചാണ്. അപ്പൊ ഈ ഒരു ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ, ഇപ്പൊ ഈ ഒരു ബാച്ചിന്റെ ഫീസ് സ്ട്രക്ചർ കാര്യങ്ങൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു ബാച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടോ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, അറിയിക്കുക. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ അല്ല പുതിയൊരു ഏരിയയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു.